എല്ലാവർക്കും സമാധാനം വേണം എന്ന് പറയുന്നു. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ നാടകം നിർത്തുമ്പോഴാണ്. അതായത് പീസ് ബിഗിൻസ് വെയർ പ്രിറ്റൻഡിങ് എൻഡ്സ്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു സമാധാനം അല്ലെങ്കിൽ ഇന്നർ പീസ് ഉള്ള ഒരു മനുഷ്യരാവാനായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവ് ആകണം, എന്തും നന്ദിയോടെ കാണണം, സന്തോഷത്തോടെ ഇരിക്കണം. ഇന്നർ പീസ് ഡസ് നോട്ട് കം ഫ്രം പോസിറ്റിവിറ്റി, ഇറ്റ് കംസ് ഫ്രം ഓണസ്റ്റി. പോസിറ്റീവായ വാക്കുകൾ കൊണ്ട് ഉള്ളിലെ വേദന മറയ്ക്കുമ്പോൾ അതൊരു സമാധാനമല്ല, അത് നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു നാടകമാണ്, അല്ലെങ്കിൽ പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. റിയൽ പീസ് ബിഗിൻസ് വെൻ യു സ്റ്റോപ്പ് ഹൈഡിങ് ദ പാർട്സ് ഓഫ് യു ദാറ്റ് ഫീൽ ബ്രോക്കൻ. നമ്മളുടേതായ നമുക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ ക്യാരി ചെയ്യുന്ന ചില ഷെയിം, ഗിൽട്ട്, നമ്മൾ കാണാനായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ചില ഗിൽട്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ചില വേദന, ചില മെമ്മറീസ് ഉണ്ട്. ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കാണാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുറ്റബോധം അല്ലെങ്കിൽ നമ്മൾ മതിയാവുന്നില്ല എന്നുള്ള ഇന്നർ വോയിസസ്, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സമാധാനത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഫിക്സ് ചെയ്യാനായിട്ടല്ല, നോട്ട് ടു ഫിക്സ് ദം ബട്ട് ടു സിംപ്ലി സിറ്റ് വിത്ത് ദം. കാരണം നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ശാന്തതയിലേക്ക് പോകണം എന്നുള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് സെൽഫിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ഓടി ഒളിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കിഷ്ടമില്ലാത്ത നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും കൂടി ചേർന്ന് നോക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ ഓടുന്നത്? നമ്മളിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് അംഗീകരിച്ച് അതിനോട് കൂടെ ഇരിക്കുമ്പോൾ, ശാന്തമായി ഇരിക്കാനാകുമ്പോൾ, അവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താനാവുക എന്നുള്ളത്. അവിടെയാണ് വെളിച്ചം കൊണ്ടുവരാനായിട്ട് സാധിക്കുക.